കവി, നീ ഇതെവിടെയാടേ? നിന്നെ എവിടെയൊക്കെ തിരക്കി? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് നിന്നെ കൊണ്ടൊരു സഹായം വേണം. നിനക്കേ പറ്റുമോ? അതിന് എന്നൊരു പെണ്ണ് തേച്ചടേ. തേച്ച? എനിക്ക് അവക്കെതിരെ പ്രതികാരം ചെയ്യണം. ഓ, കവിതയിലൂടെ. കവിതയിലൂടെ? എനിക്ക് ഇരുന്ന് സംസാരിക്കാം. അവളുടെ പേരെന്താണെന്നറിയാമോ? ഊർമിള. ഊർമിള. 6 വർഷത്തെ ശക്തമായ പ്രണയം. എല്ലാറ്റിനും പോലെ തന്നെ. അവസാനം അവളെന്നെ ഊർമിള എന്നെ തേച്ചെന്ന്. നിനക്കറിയാമോ? പോത്തൻകോട്ട് രാജകുമാരിൽ എന്നെയും വിളിച്ചോണ്ട് പോയിട്ട് അവൾ കൂടിയ ചുരിദാറാണ് എടുത്തത്, 40,000 രൂപയ്ക്കുള്ളത്. എന്നിട്ട് പറയാണ് ഇത് എൻഗേജ്മെൻറ്റിന് ഇടാന്ന്. എന്നിട്ട് ഇട്ടില്ലേ? പോയിട്ട് വേറൊരുത്തൻ്റെ കൂടെയുള്ള എൻഗേജ്മെൻറ്റിന് അവൾ ആ ചുരിദാർ ഇട്ട്. ഞാൻ ഫുട്പാത്തിൽ നിന്ന് വാങ്ങിച്ച അണ്ടർവെയർ ഇട്ട് ആ പാലത്തിൽ പോയിരുന്നു. നിനക്കറിയാമോ, ഈ പ്രേമിക്കുന്ന സമയത്തുണ്ടല്ലേ എൻ്റെ പൈസ മൊത്തം അവൾ ഊറ്റി. അവളങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റൂല. അതുകൊണ്ട് നീ കുറേ കവിതകൾ എഴുതി തരണം. എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടണം. എല്ലാം അവളെ തേജോവധം ചെയ്യാനുള്ളതായിരിക്കണം. ഓക്കെ. ഊർമിള ഉള്ളറിഞ്ഞ് സ്നേഹിച്ച ഉത്തമനെ ഊർമിള ഊശിയാക്കി. ഇതുകൊള്ളാം. പിടിച്ചോ. പോത്തങ്കോട്ടെ ചന്തേരവിടെ ചന്തം കാട്ടിയ ഊർമിള നീയെ പോത്തും പോർക്കും എന്നുടെ കാശിൽ തിന്നുകൊഴുത്ത് മതിച്ചില്ലേടി. പോത്തനൊരുത്തനെ കണ്ടൊരു നേരം ഈ ഉത്തമനെ നീ തേച്ചില്ലേടി. കവി, ഇത് അതിനേക്കാളും കൊള്ളാടായി. തേച്ചു കുളിക്കാൻ സോപ്പില്ലാത്തൊരു വീട്ടിൽ നിന്നും വന്നവളല്ലേ. എൻ കീശയിലെ കാശത്രയും നീ അങ്ങനെ ഇങ്ങനെ തീർത്തില്ലേടി. എങ്ങനെയുണ്ട്? തീർത്ത്, എന്റെ പൈസ മൊത്തം തീർത്തവള്. ഇനി കുറേ സാധനങ്ങളുണ്ട്. ഇന്ന് രാത്രി ഞാനൊന്ന് ധ്യാനത്തിലിരുന്നിട്ട് നിനക്കുള്ള ഉത്തമമായ കവിതകൾ ഞാൻ തരും. പോരെ? നീ ചെന്ന് നേരം കളയാതെ പെട്ടെന്ന് കവിതകളെല്ലാം കൂടെ ഉണ്ടാക്കി എനിക്ക് താ. എടീ, ഈ കവിത എല്ലാം കൂടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ട് നിന്റെയൊക്കെ കുടുംബം താർക്കും ഞാൻ. കവി, നിനക്ക് എന്തൊരു പ്രതിഫലം വേണം? അല്ലെങ്കിൽ വേണ്ട, നീ ഞെട്ടണ പ്രതിഫലം ഞാൻ നിനക്ക് തരും. Not squad.